Meet the editors. ചോദ്യം ഇതാണ്: കോടതിയിൽ നിന്ന് അടിയേറ്റു. സുനിൽ, നമ്മളിത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. കാരണം ഇപ്പോൾ നടക്കുന്നത് EDയുടെ ഒരു ഇൻക്വയറിയാണ്. ആ അർത്ഥത്തിൽ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ശരിവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മണി ലോണ്ടറിങ്ങുമായി, കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പ്രാഥമികമായ അന്വേഷണം നടത്തുന്നതിന്, അതിൻ്റെ സിവിൽ പ്രൊസീഡിങ്സിൽ അറ്റാച്ച്മെൻ്റ് അടക്കം ചെയ്യുന്നതിന് യാതൊരു നിയമ തടസ്സവുമില്ല. അതിന് നേരത്തെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യണമെന്നോ ഒരു പ്രെഡിക്കാമെൻ്റ് ഒഫൻസ് ഉണ്ടാവണമെന്നോ നിർബന്ധമില്ല. അപ്പോൾ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ലാതെ തന്നെ EDക്ക് ഒരു സിവിൽ അന്വേഷണം നടത്താം, അതിൻ്റെ ഭാഗമായിട്ട് നടപടിക്രമങ്ങളും നടത്താം. പക്ഷേ വളരെ ശ്രദ്ധേയമായ കാര്യം പീനൽ പ്രോസിക്യൂഷൻ പാടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ക്രിമിനാലിറ്റി ഉണ്ട് എന്ന് ഇപ്പോൾ തീർപ്പാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ED കൊടുത്തിരിക്കുന്ന രേഖകളിൽ പറയുന്നത്. EDക്കും അതിപ്പോൾ ആവശ്യമില്ല. അപ്പോൾ പ്രാഥമിക അന്വേഷണമാണ്, ഇൻക്വയറിയാണ് നടക്കുന്നത്, എൻക്വയറി അല്ല. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അത് കോടതിയിൽ നിന്ന് അടിയേറ്റിരിക്കുന്നു എന്നതാണ്. ED അന്വേഷണം കോടതി തടഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം തടയണം എന്നതായിരുന്നു CMRLൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. അത് കോടതി അംഗീകരിച്ചിട്ടില്ല. അത് നേരത്തെ വിജയ് മണ്ഡൽ ചൗധരി കേസ്, സുപ്രീം കോടതിയിൽ നേരത്തെ വന്നിട്ടുള്ള വിജയ് മണ്ഡൽ ചൗധരി കേസിലെ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് കേരള ഹൈക്കോടതി ഈ കേസിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. 2019 നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതി അനുസരിച്ച് ഒരു FIRO, കുറ്റപത്രമോ ചാർജ് ഷീറ്റോ ഒന്നുമില്ലാതെ തന്നെ ഒരു വിഷയത്തിൽ, ഒരു കേസിൽ ഒരു കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് തോന്നുകയാണെങ്കിൽ റെയ്ഡ് നടത്താനും ആരെങ്കിലും വേണമെങ്കിൽ ചോദ്യം ചെയ്യാനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ഒക്കെയുള്ള അധികാരം EDക്ക് ഈ നിയമ ഭേദഗതിയിലൂടെ, PMLA നിയമ ഭേദഗതിയിലൂടെ നൽകുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ റെയ്ഡുകളും അന്വേഷണവും ഒക്കെ തന്നെ ED രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ പ്രധാനമായും CMRL കേരള ഹൈക്കോടതിയിൽ വാദിച്ചത് ഈ കേസ് PMLA നിയമപ്രകാരമുള്ള ഒരു ഷെഡ്യൂൾ ഒഫൻസ് ഇല്ല ഈ കേസിൽ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഷെഡ്യൂൾ ഒഫൻസ് ഇല്ലാത്തൊരു കേസിൽ, അതിലൊരു FIR രജിസ്റ്റർ ചെയ്യാത്ത ഒരു കേസിൽ, ഒരു ചാർജ് ഷീറ്റ് നൽകാത്ത ഒരു കേസിൽ എങ്ങനെയാണ് ED അന്വേഷണം നടത്തുക എന്ന പ്രധാനപ്പെട്ട നിയമപരമായ ചോദ്യമാണ് CMRL കേരള ഹൈക്കോടതിയിൽ ഉയർത്തിയത്. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. വിജയ് മണ്ഡൽ ചൗധരി എന്ന് പറയുന്ന കേസിൽ അങ്ങനെ ഒരു FIR വേണ്ട എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് PMLA ആക്ട് പ്രകാരമുള്ള സിവിൽ ഒഫൻസുകൾ EDക്ക് അന്വേഷിക്കാം. ആ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുപ്രകാരം EDക്ക് ആരെയും സമൻസ് നൽകി വിളിപ്പിക്കാം. അതൊരു പ്രതി എന്ന നിലയിലല്ല, അത് വിവരശേഖരണത്തിൻ്റെ ഭാഗമായി അവരെ വിളിപ്പിക്കാം, ചോദ്യം ചെയ്യാം. വേണമെങ്കിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കത്തിലേക്ക് പോകാം. അത്തരം നടപടികളൊക്കെ തന്നെ EDക്ക് സ്വീകരിക്കാം. പക്ഷേ ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആവുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഈ വിവരശേഖരണത്തിലൂടെ, ഈ മൊഴിയെടുപ്പിലൂടെ, ഈ റെയ്ഡിലൂടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇതൊരു ക്രിമിനൽ ഒഫൻസായി, ഇതൊരു കള്ളപ്പണ ട്രാൻസാക്ഷൻ നടന്നു എന്ന് വളരെ കൃത്യമായി തെളിയിക്കപ്പെടുന്ന എന്തെങ്കിലും രേഖകൾ EDക്ക് ലഭിക്കുകയാണെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസായി ഇത് മാറും എന്ന് EDക്ക് പൂർണ്ണമായൊരു ബോധ്യം വരികയാണെങ്കിൽ തീർച്ചയായും മറ്റ് അന്വേഷണ ഏജൻസികളെ സമീപിച്ചുകൊണ്ട് ഒരു FIR രജിസ്റ്റർ ചെയ്ത ഒരു നീക്കത്തിലേക്ക് പോകാം. അതല്ല എങ്കിൽ EDക്ക് വേണമെങ്കിൽ തന്നെ അത്തരമൊരു നീക്കത്തിലേക്ക് പോകാൻ സാധിക്കും. നിലവിലുള്ള ECIR വെച്ചുകൊണ്ട് തന്നെ, ECIR എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു FIR ആണ്. അവർ ഇൻറ്റേർണൽ രേഖയായി സൂക്ഷിക്കുന്ന ഒരു FIR ആണ്. അതിന് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നതോ അല്ലെങ്കിൽ CBI രജിസ്റ്റർ ചെയ്യുന്നതോ പോലെയുള്ള FIRൻ്റെ ഒരു നിയമപരിരക്ഷയില്ല. അതൊരു ഇൻറ്റേർണൽ രേഖയായി വെക്കുന്നതാണ്. ഏതായാലും അങ്ങനെയുള്ള നടപടികളുമായി EDക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത വേണമെങ്കിൽ ഇന്നത്തെ ഹൈക്കോടതി വിധിയിലൂടെ തുറന്നു വെക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങാം, കൂടുതൽ അന്വേഷണ പരിധിയിലേക്ക്, അന്വേഷണ ഘട്ടത്തിലേക്ക് നീങ്ങാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. ഏതായാലും ഈ കേസ് ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ കൂടി വരാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CMRL സ്വാഭാവികമായും
ഈ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇന്നത്തെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നേരത്തെ തന്നെ സുപ്രീം കോടതി സമാനമായ ഒരു കേസിൽ തീരുമാനമെടുത്തതുകൊണ്ട് അത് മറികടന്നുകൊണ്ട് ഈ ഒരു കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ തീരുമാനം സ്റ്റേ ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു പ്രാഥമിക അന്വേഷണമാണ്. പ്രാഥമിക അന്വേഷണം തടസ്സപ്പെടുത്തുന്ന ഒരു നീക്കം ഒരു കാലത്തും കോടതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല. അത് അതിൻ്റെ ലീഗൽ സൈഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയ വശം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കേസിൻ്റെ രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ ടി ഉൾപ്പെട്ട കേസാണ് എന്നുള്ളതാണ് ഇതിൻ്റെ രാഷ്ട്രീയ വശം എന്ന് പറയുന്നത്. ഈ കേസിനെ രാഷ്ട്രീയമായി ഇത്രയും വലിയ വിവാദത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. നേരത്തെ ഇൻറ്ററിം സെറ്റിൽമെൻറ്റിൽ പിണറായി വിജയൻ്റെ മകൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാണ് ഈ ഒരു ഇടപാട് നടന്നത് എന്നൊരു പരാമർശം വന്നതുകൊണ്ടാണ് ഈ കേസിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടാകുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വലിയ സംഘമായി എത്തുകയും പിണറായി വിജയൻ്റെ വീട്ടിലടക്കം 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തുന്ന വലിയൊരു നീക്കത്തിലേക്ക് മാറിയപ്പോഴാണ് ഇതൊരു മറ്റൊരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു കേസായതുകൊണ്ടാണ് ഇന്ന് കേരള ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ അതിനൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം ഉള്ളത് വീണ ടി എങ്ങനെ ഈ കേസിനെ നേരിടും എന്നുള്ളതാണ്. CPM എങ്ങനെ ഈ കേസിനെ നേരിടും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ടെലിവിഷൻ ചർച്ചകളിലൊന്നും തന്നെ CPIMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ വന്നിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ കേസിനെ CPIM നേരിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള തീരുമാനം CPM എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതൊരു നല്ല കാര്യമാണ്. കാരണം ഈ കേസിൽ നേരത്തെയൊക്കെ തന്നെ ഉയർന്നൊരു വിമർശനം എന്ന് പറയുന്നത്, ഞാൻ 2 വിഷയം പറയാം, രാഷ്ട്രീയമായും സംഘടനാപരമായും CPMനെ സംബന്ധിച്ച്. ആദ്യം സംഘടനാപരമായ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ CPMനകത്ത് തന്നെ ഉയർന്നൊരു വിമർശനം എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നീക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിയാൽ അതിനെ രാഷ്ട്രീയമായി നേരിടാം എന്നുള്ളൊരു നിലപാട് പാർട്ടിക്കകത്തുണ്ട്. അതേസമയം വീണ തൈക്കണ്ടിയിലെതിരെ ഒരു കേസ് വന്നാൽ അതിന് എന്തിന് CPM നേരിടണം എന്നൊരു വലിയ വിമർശനം പാർട്ടിക്കകത്ത് ഉയർന്നിരുന്നു, ഒരു ചോദ്യം ഉയർന്നിരുന്നു. ഏതായാലും അക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണം നടത്തിയില്ല എങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ അക്കാര്യത്തിലൊരു നിലപാട് CPM സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്യമായി ഈ കേസിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ കേസിൽ ഒരു നിലപാട് പറഞ്ഞുകൊണ്ട് CPM നേതാക്കൾ വരുമോ? ഇന്നിപ്പോൾ AK ബാലനടക്കം പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ അത്തരം വിഷയങ്ങളിൽ ഈ കേസിൽ വീണ തൈക്കണ്ടിയിലിനെ സംരക്ഷിച്ചുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീണ ടിക്ക് എങ്ങനെയാണ് ഈ പണം CMRL നൽകി എന്നതാണ്. അവർ സേവനം നൽകിയില്ല എന്ന് പറയുന്നു. സേവനം നൽകാതെ തന്നെ അവർക്ക് ഏതാണ്ട് 2.78 ലക്ഷം കോടി രൂപ CMRL നൽകിയിരിക്കുന്നു. 182 കോടി രൂപയുടെ ഇടപാടുകളാണ് CMRL കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ വ്യാജ ചെലവുകൾ നടത്തിയിരിക്കുന്നത് എന്ന് SFIO കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ 2.78 കോടി രൂപ കഴിഞ്ഞ് ബാക്കി തുക എവിടെയൊക്കെ പോയി എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള വലിയ അന്വേഷണം ഒരുപക്ഷെ ED ഇനി നടത്താനുള്ള സാധ്യതയുണ്ട്. അതിൽ ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതിൽ വീണ ടി പ്രതിയാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി മൂന്നാമത്തെ വിഷയം വന്നാൽ ഇതിൻ്റെ രാഷ്ട്രീയ വശം നോക്കിയാൽ സ്വാഭാവികമായും CPMനെ ദേശീയ തലത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ കേസ് സൃഷ്ടിക്കാൻ പോകുന്നത്. നേരത്തെ നമുക്കറിയാം SNC ലാവ്ലിൻ കേസ് വന്നപ്പോൾ അത് പിണറായി വിജയനെതിരെയുള്ള ഒരു കേസായിരുന്നു. ആ കേസ് ഒരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് അന്ന് കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുകയും ആ കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള തീരുമാനം അന്ന് CPM എടുക്കുകയും ചെയ്തു. അങ്ങനെ പിണറായി വിജയനെതിരെയുള്ള ആ ഒരു നീക്കത്തെ ശക്തമായി രാഷ്ട്രീയമായി പ്രതിരോധിച്ചു. പക്ഷേ ഈ കേസിൽ അങ്ങനെയൊരു നിലപാട് ഒരുപക്ഷെ CPMന് സ്വീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലും CPM ഈ ഒരു കേസിൽ പിണറായി വിജയനെതിരെ ഈ ഒരു അന്വേഷണ നീക്കം വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകും. പക്ഷേ അപ്പോഴും CPMൻ്റെ ഒരു പ്രതിച്ഛായയ്ക്ക് ഈ കേസ് ഒരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വലിയ വിവാദത്തിലാണ് CPMനെ ഈ ഒരു കേസ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള പ്രതിഷേധ നീക്കങ്ങൾ, വലിയ നാടകങ്ങൾ, ഡൽഹിയിൽ നടന്നിട്ടുള്ള സമരങ്ങൾ, ഇതൊക്കെ തന്നെ
ഒരു അനാവശ്യ പ്രതിസന്ധിയിലേക്ക് CPM-നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായും രാഷ്ട്രീയമായും സംഘടനാപരമായും CPM-ന് ആ നിലയിൽ ദോഷം ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഞാൻ വിലയിരുത്തുകയാണ്. ഏതായാലും ഈ കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അടുത്ത നീക്കങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും. ഇ ഡി പല കേസുകളിലും പ്രത്യേകിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നടത്തുന്ന നീക്കങ്ങൾ അത് BJP-യുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പൊതുവെ വിലയിരുത്തുന്നുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുള്ള കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ കേസുകൾ പൂർത്തിയാകാത്ത സാഹചര്യം, വളരെ അപൂർവം കേസുകളിൽ മാത്രമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ആ കേസ് ഒരു വിചാരണ ഘട്ടത്തിലേക്ക് വരുമ്പോൾ തന്നെ കോടതിയിൽ തള്ളിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ നമുക്കറിയാം മദ്യക്കോഴയുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ്, എത്രയോ കാലം മുഖ്യമന്ത്രിയായിരിക്കെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ കേസ് കോടതിയിൽ വിചാരണ പൂർത്തിയായപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറക്കി വിടുകയും ആ കേസ് തന്നെ ഡൽഹി കോടതി റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതാണ് ED കേസിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത്. പലപ്പോഴും ഇത് കോടതിയിലെത്തുമ്പോൾ, അതിൻ്റെ ഒരു പ്രോസിക്യൂഷൻ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ പലപ്പോഴും EDക്ക് തന്നെ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. കേജ്രിവാളിന് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അതെ, രാഷ്ട്രീയമായി അദ്ദേഹം തകർന്ന് തരിപ്പണമായി എന്ന് പറയാം. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റ് അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയ രംഗത്ത് അപ്രസക്തമായി പോയൊരു സാഹചര്യം കൂടിയാണ്. ഏതായാലും അങ്ങനെയാണ് ED കേസുകളൊക്കെ തന്നെ കോടതിയിൽ വരുമ്പോഴും ഉണ്ടാകുന്നത്. ഏതായാലും കേരളത്തിൽ എന്തൊക്കെ നീക്കങ്ങൾ ED ഇനി വരും ദിവസങ്ങളിൽ നടത്തും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അവിടെ തീർച്ചയായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ കേസിലെ നീക്കം എന്ന് പറയുന്നത് തീർച്ചയായും CPM-നെ എങ്ങനെ ബാധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് കൗതുകമുണ്ട്, ആശങ്കയുണ്ട്. അത് ഒരുപക്ഷേ സംഘടനാപരമായും രാഷ്ട്രീയപരമായും CPM-നെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഇത് CPM-നെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ കേസ്. കാരണം ഇതിൽ നിലനിൽക്കുന്നൊരു സംശയം തന്നെയാണ്. കാരണം വീണ ടിക്ക് എന്തിന് പണം കിട്ടി, ഒരു സേവനവും നൽകാതെ എന്തിന് അവരുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും പണം വന്നു, എങ്ങനെയാണ് CMRL പോലുള്ളൊരു കമ്പനി, എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഇങ്ങനെ ഒരു ഇടപാട് നടത്തിയത്, ഇങ്ങനെയൊരു ഇടപാട് മാത്രമേ വീണ തൈക്കണ്ടിയുടെ ഈ കമ്പനി നടത്തിയിട്ടുള്ളൂ എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും CPM ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ നിലപാട് സ്വാഗതാർഹമാണ്. പരസ്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ ടിക്ക് ഒരു സംരക്ഷണം നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സ്വാഗതാർഹമാണ്. അതേസമയം ഇത് പിണറായി വിജയനെതിരെ വരികയാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായും സംഘടനാപരമായും നേരിടാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. വെൽക്കം ബാക്ക്. കോടതിയിൽ നടിയേറ്റോ എന്നാണ് ചോദ്യം. മധു, CMRL-ന്റെ എതിരായിട്ടുള്ള ED അന്വേഷണം തുടരാം. നിലവിൽ ഇനി സുപ്രീം കോടതിയിൽ പോയാലും മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിയമവിദഗ്ധർ കരുതുന്നില്ല. കാരണം ഇതൊരു പ്രിലിമിനറി ഇൻക്വയറിയാണ്, അതൊരു ഇൻവെസ്റ്റിഗേഷനാണ്. അതിൽ ഒരു ഷെഡ്യൂൾ ഒഫൻസ് ഇതുവരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് സിവിൽ നടപടിക്രമങ്ങൾ തുടരാം EDക്ക്. അപ്പോൾ ഇത് കോടതിയിൽ നിന്ന് തടിയാണോ? കോടതിയിൽ നിന്ന് ഇന്ന് EDക്ക് അനുകൂലമായൊരു നിലപാട്, അതായത് പ്രാഥമിക അന്വേഷണം നടത്താനുള്ള ഒരു അനുമതി ED പോലൊരു അന്വേഷണ ഏജൻസിക്ക് കിട്ടുകയാണ്. ഇത് ആർക്കൊക്കെ തിരിച്ചടിയാകും എന്നുള്ളത് സ്വാഭാവികമായും ഈ കേസിൻ്റെ അന്വേഷണ പുരോഗതിയിൽ തന്നെ നമ്മൾ കണ്ടറിയേണ്ടുന്ന ഒന്നാണ്. അതിലാരെയും ഈ അന്വേഷണം നേരായ രീതിക്കാണ് പോകുന്നതെങ്കിൽ, അപ്പോഴും പറയുന്നു ED അങ്ങനെ നേരായ രീതിക്ക് പോയ ചരിത്രം എത്ര ശതമാനമുണ്ട് എന്ന ചോദ്യത്തിന് നമുക്ക് ആർക്കും വളരെ ഗംഭീരമായ ഉത്തരം നൽകാനില്ല. നേരായ രീതിക്കാണ് പോകുന്നത് എങ്കിൽ അതിലാർക്കൊക്കെയാണ് തിരിച്ചടിയെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രാഥമികമായി എനിക്ക് പറയാനുള്ളൊരു കാര്യം, എക്സാലോജിക് CMRL പണമിടപാടുമായി ബന്ധപ്പെട്ട് അത് ഏറ്റവും സുതാര്യമായും അതേറ്റവും കാര്യക്ഷമമായും അത് യാതൊരു ക്രമക്കേടും ഇല്ലാതെയാണ് നടന്നത് എന്ന് വിശ്വസിക്കുന്ന, പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കുന്ന, രാഷ്ട്രീയമായ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ താല്പര്യം കൊണ്ടോ രാഷ്ട്രീയമായ പ്രതിരോധം കൊണ്ടോ ആ നിലപാടെടുക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ അരുൺകുമാർ തന്നെ പറഞ്ഞു ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിലൊരു എക്സസ് എമൗണ്ട് ഉണ്ട് എന്ന കാര്യം. അപ്പോൾ ആ നിലയ്ക്ക് ഇത് പൂർണ്ണാർത്ഥത്തിൽ സുതാര്യമാണ്. ഇതിങ്ങനെ ഈ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ വാർത്താക്കുറിപ്പ് തുടങ്ങുന്നത് പോലെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള വളരെ സുതാര്യമായ ഒരു ഇടപാട് എന്ന നിലയ്ക്ക് കാണുന്ന ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊരു നിയമപരമായ നടപടിയാണ്. അതിൽ ആരോപണ വിധേയരുണ്ട്. ഈ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലേക്ക് പോയത് CMRL ആണ്. അവരവിടെ പോയി പറഞ്ഞത് ഈ പറയുന്ന ഇത്രയും തുകയില്ല, ഇത്രയും തുക അങ്ങനെയല്ല ചെലവഴിച്ചത്, അതുകൊണ്ട് അതിൽ 70% തുക അനുവദിച്ചു നൽകുകയും 30% എക്സസ് ആണെന്ന് കണ്ടെത്തി അതിനുതകുന്ന തരത്തിലുള്ള പിഴ അടയ്ക്കുകയും ചെയ്ത കേസാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായും അതിലാണ് ഈ പറയുന്ന ഈ 1.78 എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് അല്ല എന്ന തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്രയും പണം ചിലവഴിച്ചു, അതായത് പ്രോപ്പർ ചാനലിൽ ചിലവഴിച്ചു എന്ന് CMRL കണക്കു കാണിച്ചത് എന്തിനായിരിക്കും? ഇൻകം ടാക്സ് അടയ്ക്കാതിരിക്കാൻ എന്നുള്ളതാണല്ലോ.
പ്രോപ്പറായി ചെലവഴിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കള്ളപ്പണമുണ്ടോ എന്ന് ഇഡിക്ക് അന്വേഷിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോടതിയുടെ നിലപാടായി വന്നിരിക്കുന്നത്. അതിൽ ഒരു പ്രൈമറി, അങ്ങ് പറഞ്ഞതുപോലെ വളരെ പ്രൈമറി ആയിട്ടുള്ള അന്വേഷണം നടത്താൻ പാടില്ല എന്നൊരു നിലപാട് എടുക്കുന്നിടത്താണ് നമ്മൾ ഈ വഴുവഴുപ്പുള്ള നിലത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത് നിലയില്ലാത്ത ഒരു സമര പരമ്പരയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന് ഇന്നത്തെ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കൂടി തീരുമാനമായിരിക്കുന്നു. സുപ്രീം കോടതിയിലേക്ക് പോകുമായിരിക്കും, സംശയമൊന്നുമില്ല. അത് ഈ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഏറ്റവും അടുത്ത നിമിഷം തന്നെ CMRൽ പോയല്ലോ. അവരതിന്റെ പരമാവധി സാധ്യതകൾ തേടും, അതിൽ തർക്കമൊന്നുമില്ല. കാരണം അവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, അന്വേഷണം നേരിടുന്ന, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കരിമ്പട്ടികയിലേക്ക് പോകാവുന്ന, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു പാർട്ടിയാണ്. അവരതിൻ്റെ, അതായത് ആ കേസിലെ ഒരു പാർട്ടിയാണ്. അവരതിൻ്റെ പരമാവധി പോകും. അത് CPM വേണ്ടതുണ്ടോ എന്നുള്ളതാണ് രാഷ്ട്രീയമായ, നേരത്തെ സുനിൽ സാർ പറഞ്ഞതുപോലെ 2 തലങ്ങളുണ്ടല്ലോ. അപ്പോൾ രാഷ്ട്രീയമായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഇനി സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാവകാശം ഇന്ന് കോടതി കൊടുക്കാൻ തയ്യാറായില്ല. അതാണ് CMRൽ ഇന്ന് നേരിട്ട 2ാമത്തെ തിരിച്ചടി എന്ന് പറയുന്നത്. ED ഇനി സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നുറപ്പാണ്. ആ ഗ്യാപ്പിൽ സമൻസ് അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ്. EDയുടെ മുന്നിൽ ഇനി അറസ്റ്റിനുള്ള സാധ്യതയില്ല, സിവിൽ നടപടികൾ മാത്രമേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സമൻസ് അയക്കുക, കാര്യങ്ങൾ അന്വേഷിക്കുക തുടങ്ങിയ ഇടത്തേക്ക് ED മുന്നോട്ട് പോകും. EDക്ക് അതിന് പോലുമുള്ള സാവകാശം ഈ കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിലുള്ള കേസും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് പരമാവധി ഒരുപക്ഷെ സമൻസ് അയക്കും എന്നുള്ളതാണ് നമുക്കൊക്കെ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അയക്കുകയാണെങ്കിൽ അയക്കട്ടേന്നേ, നിയമപരമായി ഒരു അന്വേഷണം നടത്തുകയാണ് ഒരു ഏജൻസി. ഇതിൽ മടിയിൽ കനമില്ല, പേടിക്കാനില്ല. ഇപ്പം മുഖ്യമന്ത്രി തന്നെ അന്ന് ഈ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങി വന്ന് ഇത്തരം നടപടികളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ കഴിയില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എന്നോടൊന്നും ചോദിച്ചില്ല എന്നാണല്ലോ പറഞ്ഞത്. പുറത്ത് എന്തൊക്കെയായിരുന്നു? പുറത്ത് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചു. പുറത്ത് അദ്ദേഹത്തുമായി ആശയവിനിമയം നടത്താൻ ആരെയും അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തോടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ പാർട്ടി തന്നെ നേരത്തെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. എന്താണ്? 2 വ്യക്തികൾ തമ്മിലുള്ള, 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഒരു കരാർ. ആ നിലയ്ക്കതിനെ കൈകാര്യം ചെയ്യണമായിരുന്നു പിന്നീടും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടി ഇങ്ങനെ പ്രതിരോധത്തിൽ പോകില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഈ വാദം ആരുടേതായിരുന്നു? ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ല എന്ന വാദം ആരുടേതായിരുന്നു? അത് CMRലിൻ്റെതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CMRൽ ഈ കാര്യത്തിൽ പ്രതിരോധത്തിലാണ്. അവർ നിയമപരമായ എല്ലാ സാധ്യതകളും ഉന്നയിക്കും, അവർ നിയമപരമായ എല്ലാ വാദങ്ങളും ഉന്നയിക്കും. അത് കോടതികളിൽ ജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യും. പക്ഷേ അവരാ പോകുന്നത് എക്സാലോജിക്ക് വേണ്ടിയും വീണയ്ക്കും വേണ്ടി കൂടിയാണ് എന്ന ഭാഷ്യമുണ്ടാകുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ ഒരു പാർട്ടിയും അതിൻ്റെ സംവിധാനങ്ങളും ഇറങ്ങി പുറപ്പെടുമ്പോഴാണ്. ഇപ്പോൾ PMLA ആക്ടിൻ്റെ ഈ പറയുന്ന പ്രൊവിഷൻസിൽ അതിൽ വളരെ നമുക്ക് എല്ലാവർക്കും അതിൽ എതിർപ്പുണ്ട് അല്ലേ? PMLA ആക്ട് അതിൻ്റെ പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അതിൽ എതിർപ്പുണ്ട്. അത് ആളുകളുടെ മൗലികാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നതുപോലുമുണ്ട്. പക്ഷേ എന്ത് ചെയ്യും? അതൊരു സാഹചര്യമാണ് ഇവിടുത്തെ ഒരു സാഹചര്യമാണ്. അതിനെതിരെ നമുക്ക് നിയമപരമായി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഇതൊരു തീർപ്പാക്കിയ കേസ് എന്ന നിലപാട് ഇന്ന് കോടതിയിൽ പോവുകയും ചെയ്തല്ലോ. കാരണം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ ഒരു കേസും EDയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു കാര്യം ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ EDക്ക് അവരുടെ വിവേചനാധികാര പ്രകാരം കേസെടുക്കാം എന്നുകൂടിയാണ് തീരുമാനം വന്നിരിക്കുന്നത്. ഇനി EDക്ക് മുന്നിൽ കടമ്പകളില്ല എന്നത് അവിടെയാണ്. ഇന്ന് മറ്റൊരു കാഴ്ച നമ്മൾ കണ്ടു. അതിനാടകീയമായ രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അതേ ഇടം, മുഖ്യമന്ത്രിയുടെ ബേക്കറി ജംഗ്ഷനിലെ വസതിക്ക് മുന്നിൽ ഇന്ന് പോലീസുകാർ ആ കേസിലെ 5 പ്രതികളുമായി തെളിവെടുപ്പിന് പോയി. ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് എത്ര പേരുണ്ടായിരുന്നു? അന്ന് അവിടെ നേതാക്കളുണ്ടായിരുന്നു, അന്ന് അവിടെ അണികളുടെ ബാഹുല്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം PR സുനിൽ പങ്കുവെച്ചൊരു ചിത്രമുണ്ടല്ലോ, ED അന്വേഷിക്കാൻ പോയ വീടും ED കേസിൽ പെട്ട ആളുകളുടെ വീടും എന്ന് പറഞ്ഞൊരു ചിത്രം പങ്കുവെച്ചല്ലോ. അത് യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിയില്ല. അവിടെ പക്ഷേ നേതാക്കൾ പോയിരിക്കുന്നുണ്ട് അല്ലേ? എന്നിരുന്നാൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ, 10-26 യുവാക്കൾ, പാർട്ടിയുടെ അണികൾ, പാർട്ടി പറഞ്ഞാൽ പാർട്ടി പ്രതിരോധത്തിലാണെന്ന് തോന്നുന്ന നിമിഷം മുൻപിൻ നോക്കാതെ ചാടിയിറങ്ങുന്ന മനുഷ്യർ വികാരപരമായ പ്രകടനമാണ് അവിടെ നടത്തിയത്. ഇന്ന് അവരെല്ലാവരും വലിയ നിയമക്കുരുക്കിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ EDയെ പ്രൊവോക്ക് ചെയ്യുക കൂടിയാണ്. EDയുടെ ഉദ്യോഗസ്ഥർ കേരളത്തിൽ വന്ന് അടിയേറ്റ് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്നതുകൂടിയാണ്. നമുക്ക് ആർക്കും 100% വിശ്വാസമില്ലല്ലോ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഏജൻസി എന്ന നിലയ്ക്ക്. അപ്പോൾ EDയെ പ്രകോപിപ്പിക്കുക കൂടിയാണ് ചെയ്തത്. ഇനി വരുന്ന നിയമപ്രക്രിയ മുഴുവനും ഈ ചെറുപ്പക്കാരടക്കമുള്ളവർ നേരിടേണ്ടി വരുന്നു. അതിൽ SFIക്കാരായ വിദ്യാർത്ഥികളുണ്ട്, അവർ പഠനം പോലും പൂർത്തിയായിട്ടില്ല, അവർക്ക് എത്ര കണ്ട് മുന്നോട്ട് പോകാം എന്നറിയില്ല. DYFIക്കാരായ വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് നാളെ പുറത്തേക്ക് പോവുകയോ സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഈ കേസ് അവിടെ കിടക്കും. ഇത് എന്ന് തീരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രശ്നങ്ങൾ വ്യക്തിപരമായി ഓരോരുത്തരും ഏറ്റെടുക്കുന്ന എന്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം KJ ജേക്കബ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. തിരഞ്ഞെടുപ്പ് പരാജയം CPMനെ അടിമുടി ഉലച്ചു കളഞ്ഞിട്ടുണ്ട്.
പാർട്ടി അതിന് പോകാൻ കഴിയുന്ന ഏറ്റവും വലിയ പരിതാപാവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നൊരു വെളിപ്പെടുത്തലുണ്ട്, എന്നൊരു വിചാരമോറ്റോ ഓരോ പാർട്ടി അണികൾക്കുള്ളിലും ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി ഉയർത്തി കാണിക്കാനുള്ള തീരുമാനത്തിനെതിരെ അടക്കം CPM-ന്റെ ഓരോ ഘടകങ്ങളിൽ നിന്നും അതിനെതിരെയും പാർട്ടി സെക്രട്ടറിക്കെതിരെയും നിശ്ചിതമായ വിമർശനങ്ങളും ശുദ്ധീകരണവും മറ്റ് പല ആ തരത്തിലുള്ള ഒരു വലിയ മൂവ്മെന്റിന് തുടക്കം കുറിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതവിടെ നിന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു, അതവിടെ നിന്നു. ഇനി പിണറായി വിജയനെതിരെ വിമർശനമില്ല, ഇനി പാർട്ടി സെക്രട്ടറിക്കെതിരെ വിമർശനമില്ല. പ്രോസസ്സ് അവിടെ നിന്നു ED അന്വേഷണവുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? അതിന് പിന്നാലെ ഇതിന് ഒരു വലിയ രാഷ്ട്രീയ പ്രതിരോധം, അതായത് തിരഞ്ഞെടുപ്പ് പരാജയമേറ്റ് ആ പരാജയത്തിൽ ഏറ്റവും താഴേക്ക് പോയൊരു പാർട്ടിയെ വീണ്ടും തീർക്കാനാണ് ED വന്നത് എന്നൊരു ചിന്തയിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള, അതിനെ കായികമായി പോലും വേണമെങ്കിൽ പ്രതിരോധിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പാർട്ടി അണികൾ ചെന്നു നിന്നു. അവിടെ നിന്നാണ് അവർ ആ ED വാഹനം പുറത്തേക്ക് വരുന്ന സമയത്ത് ആരുടെയും ആഹ്വാനമില്ലാതെ ഒരുപക്ഷെ ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ KJ ജേക്കബ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? CMR-ൽ നിന്ന് ഈ പണം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. CMR-ൽ നിന്ന് ഈ പണം കൈമാറ്റം ചെയ്ത് വാങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ വീണ ആ പാർട്ടിക്കാരനെ കുറിച്ച് ഓർത്തിട്ടുണ്ടാകില്ല എന്ന്. പാർട്ടി പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്ത് സ്വന്തം സൗകര്യങ്ങളോ വീട്ടിലിരിക്കുന്നവരെയോ നാളത്തെ ജോലിയോ ഭാവിയോ കാണാതെ ഇറങ്ങി പുറപ്പെടുന്ന കുറെ മനുഷ്യനുണ്ടല്ലോ, അവരെക്കുറിച്ച് ഒരു പക്ഷേ ആലോചിച്ചിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഞാൻ KJ ജേക്കബിനൊക്കെ കോട്ട് ചെയ്യുന്നത് അവർ ഇടതുപക്ഷത്തിന് വേണ്ടി എഴുതുകയും പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. അപ്പോൾ വൈകാരികമായി കൂടിയാണ് ആ പ്രതികരണം ഉണ്ടായത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ AK ബാലൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അന്വേഷണം ഉണ്ടാവട്ടെ, ഇനി ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന്. അല്ലേ? ഉപ്പു തിന്നവൻ വെള്ളം കുടിച്ചോട്ടെ എന്നേ. ഉപ്പു തിന്നാത്തവൻ എന്തിന്, കടല് പോലും കാണാത്തവൻ എന്തിനാണ് മുങ്ങിച്ചാവുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ കേസിനെ അത് പാർട്ടി ഇടപെടേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ നമുക്കൊക്കെ വിമർശനമുണ്ട്. പക്ഷേ ന്യായീകരിക്കാനാണെങ്കിലും കൊടുത്ത വാർത്താക്കുറിപ്പിലെ ആദ്യത്തെ വരിയുണ്ടല്ലോ, അത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന്. അത് ആ നിലയ്ക്ക് വിട്ടിരുന്നെങ്കിൽ ഇത് ഈ നിലയ്ക്ക് വഷളാകില്ലായിരുന്നു. ഓക്കെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ കേസിനൊരു നിയമവശമുണ്ട്, അതേസമയം തന്നെ രാഷ്ട്രീയ വശവുമുണ്ട് എന്ന് പ്രേക്ഷകർക്കറിയാം. ഇതിൻ്റെ നിയമവശമാണ് ഞാൻ ആദ്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. എനിക്ക് ബോധ്യമായ കാര്യം ഞാൻ പറയാം. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിജയ് മണ്ഡൽ ചൗധരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസാണ്. ഈ കേസിൽ വളരെ സുപ്രധാനമായൊരു നിരീക്ഷണം സുപ്രീം കോടതി പുറപ്പെടുവിച്ചു. എന്തെന്നാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നിലവിലുള്ള PMLA പ്രകാരം, ഈ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഒരു പ്രിലിമിനറി ഇൻക്വയറി തുടങ്ങുന്നതിന്, ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതിന്, ലഭിക്കുന്നൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൺ ചെയ്യുന്നതിന്, ഒരാളെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നതിന് ഒരു തരത്തിലുള്ള നിയമ തടസ്സവും ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരാൾക്ക് സമൻസ് അയച്ചാൽ ആ സമൻസ് കിട്ടുന്നയാൾ അതിനെ ഒരു വിക്റ്റിമായി ഒരു റിട്ട് സമർപ്പിക്കേണ്ട ഒരു സാഹചര്യമില്ലെന്നും അയാൾ ഒരു അഗ്രീവ്ഡ് പേഴ്സൺ അല്ലെന്നും പകരം ഇൻറ്റേർണലായിട്ടുള്ളൊരു ഡോക്യുമെൻ്റായ ECIR അതിടുന്ന EDയുടെ അന്വേഷണത്തോടെ അയാൾ സഹകരിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് വിജയ് മണ്ഡൽ ചൗധരി കേസിലെ പ്രധാനപ്പെട്ട വാദം. എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ EDക്ക് കിട്ടുന്നു, കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് ഒരാൾ എന്ന ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. ആ ഇൻഫർമേഷൻ എവിടെ നിന്ന് വേണമെങ്കിലും ആവാം. ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് വേണമെന്നില്ല, അതിനകത്തൊരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉണ്ട് എന്ന് പോലുമില്ല. അവിടെ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഫെമാ വയലേഷൻ നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടൻ EDക്ക് ഒരു ECIR രജിസ്റ്റർ ചെയ്യാം. എൻഫോഴ്സ്മെൻറ്റ് കേസ് ഇൻറ്റേർണൽ ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നുള്ളതാണ്. അതൊരു ഇൻറ്റേർണൽ ഡോക്യുമെൻ്റാണ്. ആ ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ അത് ക്വാഷ് ചെയ്യാനുമാവില്ല. ഇനി ആ വിവരം തെറ്റാണെങ്കിൽ ആ നടപടി അവിടെ വെച്ച് ഇൻറ്റേർണലി ക്ലോസ് ചെയ്യാണ് ചെയ്യുക. കോടതിയിൽ പോയല്ല ECIR ക്ലോസ് ചെയ്തത്. അപ്പോൾ കോടതിയിൽ വരാത്ത ഒരു ECIR-ൻ്റെ പേരിൽ ഒരാളെ വിളിപ്പിക്കുന്നത് ഒരു മനുഷ്യാവകാശ ലംഘനമാണോ, ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വയലേഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഈ കേസിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞു, വിജയ് മണ്ഡൽ ചൗധരി കേസിൽ പറഞ്ഞു, അങ്ങനെ പ്രാഥമികമായി ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, ഒരു പ്രാഥമിക പരിശോധന നടത്തുന്നതിനോ അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ ഭാഗം, ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിൽ നിന്ന് വന്ന പണം ഒരാൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് EDക്ക് തോന്നിയാൽ ആ പണം പ്രൊവിഷണലായി അറ്റാച്ച് ചെയ്യുന്നതിനോ, അതാണ് പ്രധാനപ്പെട്ട കാര്യം, നോട്ട് ഫോർ എവർ, അത് അറ്റാച്ച് ചെയ്യുന്നതിനോ തടസ്സമില്ല. അങ്ങനെ അറ്റാച്ച് ചെയ്യുകയും ആ വ്യക്തിയെ സമൺ ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്യാം. നിലവിൽ ഈ കേസിൽ CMRL-ലുമായി ബന്ധപ്പെട്ട് നേരത്തെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടത്തുന്നതിനോ അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തുന്നതിനോ സാങ്കേതിക തടസ്സമില്ല. ഇതാണ് വിധി. പക്ഷേ എന്ന് വെച്ചാൽ ഒരു ക്രിമിനൽ കേസായി ഇതിനെ പരിഗണിക്കുക ഇപ്പോൾ കഴിയില്ല. ഒരു പീനൽ പ്രോസിക്യൂഷൻ പോസിബിൾ അല്ല. പീനൽ പ്രോസിക്യൂഷൻ പോസിബിൾ ആകണമെങ്കിൽ എന്ത് വേണം? അതിനകത്തൊരു ഷെഡ്യൂൾഡ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തുവെന്ന് സംശയാതീതമായി EDക്ക് ബോധ്യപ്പെടണം.
അങ്ങനെ ഇ ഡിക്ക് ബോധ്യപ്പെടുമ്പോൾ ഒരു ECIR മാത്രമല്ല രജിസ്റ്റർ ചെയ്യുക, അവിടെ എന്ത് ചെയ്യും, ഒരു FIR കൂടി രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ FIR അത് ഇ ഡിക്ക് ചെയ്യാൻ പറ്റില്ല, അത് ലോക്കൽ പോലീസാണ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു FIR കൂടി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു ക്രിമിനൽ ഒഫൻസാണ്, ഒരു ഷെഡ്യൂൾഡ് ഒഫൻസാണ് നടന്നത് എന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, സമൻസ് ചെയ്തതിന് ശേഷം അറസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. എന്ന് വെച്ചാൽ ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ ഇ ഡിക്ക് CMRLുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെയും അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. CMRLുമായി ബന്ധപ്പെട്ട ഇടപാട് നടത്തിയ ഒരാളെയും അറസ്റ്റ് ചെയ്യാൻ നിലവിലുള്ള സാഹചര്യത്തിൽ കഴിയില്ല. ഇനി കഴിയും എപ്പോഴാണ്, ഈ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട്, ഷെഡ്യൂൾഡ് ഒഫൻസ് നടന്നിട്ടുണ്ട് എന്ന് ഇ ഡിക്ക് ബോധ്യമായാൽ ഒരു FIR ഇട്ടതിന് ശേഷം അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അടിയാണോ എന്ന് ചോദിച്ചതിൽ സാങ്കേതികമായി ഇങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു കേസിൽ ഇ ഡിക്ക് സംശയമുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ഹൈക്കോടതി കയറി ആ അന്വേഷണം തടസ്സപ്പെടുത്തില്ല. അങ്ങനെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. PMLAയുടെ 2 പ്രധാനപ്പെട്ട സെക്ഷനുകളുണ്ട്. നോക്കൂ, PMLAക്ക് ഇത്രയും അധികം വലിയ മൂർച്ചയുള്ള പല്ലുകൾ വരുന്നത് 2002 അമെൻമെന്റിന് ശേഷമാണ് എന്ന് ഓർമ്മിക്കണം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം എന്നുള്ളതിന് എൻ്റെ പല്ലുകൾക്ക് മൂർച്ച കൂടി, അതിനെ രാജ്യദ്രോഹ കുറ്റം എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല. ഇതിനകത്ത് തെളിവുകൾ ഹാജരാക്കേണ്ടി വരുന്നത് അഫക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. നോക്കൂ, സാധാരണ കേസുകളിൽ അങ്ങനല്ല. അവിടെ നിങ്ങൾ പ്രൂഫ് ഓഫ് ബർഡൻ എന്നുള്ളത് ഒരു കുറ്റവാളിയുടെ മേലിലല്ല ഉള്ളത്, അവിടെ പ്രോസിക്യൂഷന് മേളിലാണെങ്കിൽ ഇവിടെ തിരിച്ചാണ്. പ്രൂഫ് ഓഫ് ബർഡൻ എന്നുള്ളത് എനിക്കെതിരെയാണ് ഒരു ED കേസെങ്കിൽ ഞാനാണ് തെളിയിക്കേണ്ടത്. പക്ഷെ ഇവിടെ പ്രോസിക്യൂഷൻ ആ ഉത്തരവാദിത്വം ഇല്ല, പകരം ഞാൻ തെളിയിക്കണം, ഞാൻ കള്ളപ്പണം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ഞാൻ തെളിയിക്കണം എന്നുള്ളതാണ്. അതാണ് ഈ കേസിലെ ഒരു ഗുരുതരമായ പ്രശ്നം. ഇത് പിന്നീട് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ നിയമപരമായി ഇന്ന് ഇപ്പോൾ CMRLന് തിരിച്ചടിയാണോ എന്ന് ചോദിച്ചാൽ CMRL പോയത് നിലവിൽ എല്ലാ അന്വേഷണവും നിർത്തിവെക്കണം എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ CMRL തിരിച്ചടിയാണ്. സാങ്കേതികമായി അത് മാത്രമേ സാധ്യമാവുകയുള്ളൂ. സുപ്രീം കോടതിയിൽ പോയാലും ഈ വിധിക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതല്ലെങ്കിൽ ഈ പറയുന്ന വിജയ് മണ്ഡൽ ചൗധരി കേസിന്റെ റിവ്യൂ നടത്തേണ്ടി വരും. അത് സുപ്രീം കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിനെ സാധ്യമാവൂ. സുപ്രീം കോടതിയിൽ പോയാലും ഇതേ വെഡിക്റ്റ് ആയിരിക്കും നിൽക്കുക. CMRL പക്ഷേ സുപ്രീം കോടതി പോകും, പക്ഷെ ഒരു കാര്യമില്ല, പ്രാഥമികമായിട്ടുള്ള എൻക്വയറി അവിടെ നിൽക്കും. ഇതാണ് അതിലെ വസ്തുത. കാരണം നിലവിൽ PMLAയുടെ സെക്ഷൻ 40, സെക്ഷൻ 48, സെക്ഷൻ 50 വളരെ പ്രധാനപ്പെട്ട കാര്യം, നിയമപരമായ കാര്യം മാത്രമാണ് ഞാനിപ്പോൾ ആദ്യഘട്ടത്തിൽ പറയുന്നത്. എന്താണ്? സെക്ഷൻ 48 പ്രകാരം ഒരു ഇനിഷ്യേഷൻ ഓഫ് സിവിൽ ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് സാധ്യമാണ് എപ്പോൾ ഒരു ECIR രജിസ്റ്റർ അല്ലെങ്കിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിൽ പോലും, ഒരു FIR രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിൽ പോലും, ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് വരാത്ത സാഹചര്യത്തിൽ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് PMLA സെക്ഷൻ 48 പ്രകാരം ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന്, ഒരു തരത്തിലുള്ള സിവിൽ ആക്ഷൻ നടത്തുന്നതിന്, ഒരു പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് നടത്തുന്നതിന് തടസ്സമില്ല. അതാണ് സെക്ഷൻ 48. ഇതേ PMLAയുടെ 50ാമത്തെ സെക്ഷൻ പ്രകാരം നിങ്ങൾക്കൊരാൾക്ക് സമൻസ് ചെയ്യുന്നതിനും ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഒരു പ്രീ കണ്ടീഷൻ അല്ല. എന്ന് പറഞ്ഞാൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് വേണ്ട നിങ്ങൾക്കൊരാളെ സമൻസ് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ നാളെ വീണ ടിക്ക് സമൻസ് കൊടുക്കാം, നോ ഇഷ്യൂ. നാളെ നമ്മുടെ CMRLുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സമൻസ് കൊടുക്കാം, അവരെ വിളിച്ചു വരുത്താം, ഒന്നിലധികം തവണ വിളിച്ചു വരുത്താം, രേഖകൾ ആവശ്യപ്പെടാം. സംശയമുണ്ട് എന്ന് കരുതുന്ന അവരുടെ സ്വത്തുകൾ ഇപ്പോൾ HDFCയിൽ നിന്ന് 1.5 ലക്ഷം രൂപ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ CMRLന്റെ വിവിധ 242 അക്കൗണ്ടുകളിൽ നിന്നായി 18 കോടിയോളം രൂപ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാം, ഒരു തടസ്സവുമില്ല. കാര്യം അത് പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് എന്ന കാറ്റഗറിയിലാണ് വരിക. അത് PMLA സെക്ഷൻ 48 പ്രകാരവും സെക്ഷൻ 50 പ്രകാരവും EDക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് ഈ വിധിയുടെ രത്നച്ചുരുക്കം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിവിലായിട്ട് വിളിച്ചു വരുത്തുന്നതിനും മൊഴിയെടുക്കുന്നതിനും വേണ്ടി വന്നാൽ ഈ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച പണം അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച പണം കണ്ടുകെട്ടി അത് താൽക്കാലികമായി അറ്റാച്ച് ചെയ്യുന്നതിനും തടസ്സമില്ല. ഇതാണ് ഈ വിധിയുടെ രത്നച്ചുരുക്കം. ഇത് അടിയാണോ എന്ന് ചോദിച്ചാൽ ഈ നടപടിയെല്ലാം നിർത്തിവെക്കണമെന്ന CMRLന്റെ ഹർജിക്കേറ്റ അടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് വീണ ടിക്ക് അടിയാണോ? തീർച്ചയായിട്ടും വീണ ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തിരിച്ചാണ് വിധി വന്നിരുന്നതെങ്കിൽ വീണ ടിയിലേക്ക് സമൻസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വീണ ടിക്ക് സമൻസ് ഉണ്ടാവും. വീണ ടി സ്വാഭാവികമായും മൊഴി നൽകാൻ പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ CPM എതിർത്തത്? ED വന്നത് വീണ തൈക്കണ്ടിയുടെ വീട്ടിൽ മാത്രമല്ല, വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട എല്ലായിടങ്ങളിലും വരുന്നു. നിർഭാഗ്യവശാൽ അത് പിണറായി വിജയൻ്റെ ഗ്രാമത്തിലെ വീട്ടിൽ വരുന്നു, പിണറായി വിജയൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ വരുന്നു. 7 മണിക്കൂറോളം പ്രതിപക്ഷ നേതാവ് അഥവാ പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ EDയുടെ അന്വേഷണം നടക്കുന്ന വീട്ടിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. സ്വാഭാവികമായും EDക്കെതിരെ ഉയരുന്ന രാഷ്ട്രീയ ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസ് അടക്കം എല്ലാ പ്രതിപക്ഷ കക്ഷികളും പറയുന്നത് BJP ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഉപയോഗിക്കുന്ന സ്ഥാപനമാണ് ED. അപ്പോൾ EDയുടെ അന്വേഷണത്തിലെ ഒരു ദുഷ്ടലാക്ക് മനസ്സിലാക്കിയാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഈ ദുഷ്ടലാക്ക് എന്ന് പറയാനുള്ള കാരണം എന്താ? ED തന്നെ പറയുന്നത്
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ പറയുന്നത്, SFIO നേരത്തെ പറഞ്ഞിരുന്നത് 182 കോടി രൂപ തട്ടിച്ച കേസിൽ 1.72 കോടി, അത് കടം വാങ്ങിയ പണം കൂടി നോക്കിയാൽ 2.72 കോടി രൂപ, 2.78 കോടി രൂപ തട്ടിച്ച വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട കേസിനെ മുന്നിൽ വയ്ക്കുകയും ബാക്കി 179 കോടി രൂപയുടെ ട്രാൻസാക്ഷൻസിനെ കുറിച്ച് ഏറെക്കുറെ നിശബ്ദമായിരിക്കുകയും ചെയ്യുന്നിടത്താണ് ഇതിന്റെ രാഷ്ട്രീയം. ഇന്നിപ്പോ ഞാൻ ഈ വിധി വായിക്കുകയായിരുന്നു. വിധിയുടെ 10ാമത്തെ പേജിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മറച്ചു വെച്ചിട്ടില്ല. EDയുടെ പരിഗണനയിൽ കിടക്കുന്ന ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? 2019 ജനുവരി മാസം 25-ാം തീയതി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ ഇന്ന് ED വിവരിച്ചിട്ടുണ്ട്. ആ ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ ED കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, കോടതി വിധിയിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് എന്താ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നോക്കൂ, 135.54 കോടി രൂപയുടെ അധിക ചെലവാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബോഗസായ എക്സ്പെൻഡിച്ചറാണ്, അത് കള്ളക്കണക്കാണെന്നാണ് IT കണ്ടെത്തിയിരിക്കുന്നത്. ED പറഞ്ഞതെന്താ, CMRL പറഞ്ഞതെന്താ, അത് കള്ളക്കണക്കല്ലെന്നും ഞങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എലിജിബിൾ ആയിട്ടുള്ള പേയ്മെൻ്റ് ആയിട്ടും അത് കണക്കാക്കണമെന്നാണ്. പക്ഷേ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ട് എന്താ പറഞ്ഞത്? അതിനകത്ത് 73,38,00,000 രൂപ ഒരു കാരണവശാലും എലിജിബിളായ പേയ്മെൻ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റൂല. ബാക്കിയുള്ള 58 കോടി രൂപ മാത്രമേ കണക്കാക്കാൻ കഴിയൂ. ബാക്കിയുള്ള 73.38 കോടി രൂപ ഈ എലിജിബിൾ ആയിട്ടുള്ള പേയ്മെൻ്റ് അല്ല, അത് ഇല്ലീഗൽ പേയ്മെൻ്റ് ആണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 73.38 കോടി രൂപയിൽ വരില്ല വീണ തൈക്കണ്ടിയുടെ 1.72 കോടി രൂപ. ഈ 73.38 കോടി രൂപയിൽ എന്തൊക്കെയാണ് വരുന്നത്? അതാണ് ഇല്ലീഗൽ പേയ്മെന്റ്. ആർക്കൊക്കെ കൊടുത്തത്? പൊളിറ്റീഷ്യൻസ്, പോലീസിന്, മീഡിയയ്ക്ക്, ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻസിന് കൊടുത്തിരിക്കുന്ന പണം. അപ്പോൾ സ്വാഭാവികമായും അന്വേഷണം അങ്ങോട്ട് പോകുമോ എന്നുള്ളതാണ്. സുരേഷ് കുമാർ നമ്മുടെ ചീഫ് ഫിനാൻസ് ഓഫീസറുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതും പിന്നീട് MDയുടെ മൊഴിയിലും അത് ആവർത്തിക്കുന്നുവെന്നാണ് ഇന്നും ഈ പറയുന്ന ED കോടതിയിൽ കൊടുത്തിരിക്കുന്ന വിവരം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇതെല്ലാം വരുമെന്നാണ്. അത് വീണ തൈക്കൊണ്ട് കണ്ട് അവസാനിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഇല്ലീഗൽ പേയ്മെൻ്റ് ആയിട്ടുള്ള പണമിടപാടിലേക്ക് പോകും. പക്ഷേ ഇത് വരാതെ തിടുക്കപ്പെട്ട് ഈ 2.72 കോടി രൂപയിലെ ട്രാൻസാക്ഷൻസിലേക്ക്, അതും നോക്കൂ, അത് ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ ആണ് എന്ന് ഓർമ്മിക്കണം. ബാങ്ക് വഴിയല്ലാത്ത ട്രാൻസാക്ഷൻസ് ആയിട്ട് 73 കോടി രൂപ നിൽക്കുന്നു. ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷനായിട്ട് 1,72,00,000 രൂപ നിൽക്കുന്നു. ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ്റെ കാര്യത്തിൽ ഇടപാട് നടത്തിയ ആളുടെ 3 വീട്ടിലേക്ക് റെയ്ഡ് നടത്തുന്നു. ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിലേക്ക് റെയ്ഡ് നടക്കുന്നില്ല. ഇവിടെയാണ് അതിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവുന്നത്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ചർച്ചകളിലും പറയുന്നത് പോലെ EDയുടെ അന്വേഷണത്തിൽ 95% പ്രതിപക്ഷ നേതാക്കളുടെ വീടുകളിലേക്കാണ് റെയ്ഡുകൾ നടക്കാറുള്ളത്. ആ പ്രതിപക്ഷ നേതാക്കളുടെ വീടുകളിൽ തന്നെ റെയ്ഡ് നടക്കുമ്പോൾ സെലക്റ്റീവായിട്ടാണ് നടക്കാറുള്ളത്. ഒരു തവണ EDയുടെ റെയ്ഡ് നടന്നാൽ അയാൾ കളം മാറി BJPയിലേക്ക് എത്തി. നോക്കൂ, 23 പ്രധാനപ്പെട്ട മുന്തിയ ദേശീയ BJP നേതാക്കളൊക്കെയാണ് നേരത്തെ അവർ ഉണ്ടായിരുന്ന പാർട്ടിയിൽ ED അന്വേഷണം നേരിട്ടത്. എന്ന് പറഞ്ഞാൽ ഏകദേശം ED രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ 30% കേസുകളിൽപ്പെട്ട ആളുകളും കൂറുമാറി BJPയിലേക്ക് വന്നതോടെ ആ കേസുകൾ 100% ഇല്ലാതാവുകയോ EDയുടെ അന്വേഷണ പരിധിയിൽ നിന്ന് അവർ പുറത്താവുകയോ ചെയ്തു. അതുകൊണ്ടാണ് ഇതിനെ വാഷിംഗ് മെഷീൻ എന്ന് കോൺഗ്രസ് തന്നെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് തന്നെ വാഷിംഗ് മെഷീൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഏജൻസിയാണ് ED എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വിഷയം. അതിൽ തന്നെ 125 കേസുകളിൽ 113 കേസുകളിലും നിൽക്കുന്നത് പ്രതിപക്ഷത്ത് നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയമായി ഒരു ദുഷ്ടലാക്കി EDക്കുണ്ട് എന്ന് കരുതാനുള്ള കാര്യം. എന്നുവെച്ച് വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ CPMന് രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ പ്രശ്നം എവിടെയാണ്? അതിനാധാരമായി പറയുന്ന ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡിൽ പിണറായി വിജയന്റെ പേര് ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ദുഷ്ടലാക്കോടുകൂടിയുള്ളതാണ്. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള വിഷയം. അത് എഴുതി ചേർത്തില്ലായിരുന്നെങ്കിൽ CPM സ്വീകരിക്കേണ്ട നിലപാട് അത് തന്നെയായിരുന്നു. എന്തായിരുന്നു അത്? CMRLലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് പണം കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി നിങ്ങൾ നേരിട്ടുകൊള്ളുക എന്നതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. പിണറായി വിജയനെതിരെ കേസില്ല, പിണറായി വിജയനെതിരെ ഒരു കേസുമില്ല. പിണറായി വിജയൻ പൈസ വാങ്ങി എന്നൊരു നിലപാട് ഒരിടത്തും ഉന്നയിച്ചിട്ടുമില്ല. പകരം അത് വീണ തൈക്കണ്ടിയിലേക്കും ബാക്കിയുള്ള ഈ 73 കോടിയിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു എന്നുള്ളതാണ്. എന്നാലും അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിന്റെ ഭാഗമായി സത്യം പുറത്തു വരണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വീണ തൈക്കണ്ടിക്ക് വേണ്ടി CPM നേതാക്കളോ CPM പ്രവർത്തകരോ ഇനി തെരുവിലിറങ്ങേണ്ടതില്ല. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇനി വീണ തൈക്കണ്ടിയാണ് മറുപടി പറയേണ്ടത്. വീണ തൈക്കണ്ടി വാങ്ങിയ പണം ഏതു സേവനത്തിനുള്ളതാണ്? വീണ തൈക്കണ്ടി ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഷോൺ ജോർജ്
ജോർജ് പറയുന്ന പോലെ വിദേശ അക്കൗണ്ടുകളിൽ പണമുണ്ടോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് NRI സ്റ്റാറ്റസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരട്ടെ. അന്വേഷണത്തിൽ അതൊക്കെ തെളിഞ്ഞു വരേണ്ട കാര്യങ്ങളാണ്. നിലവിൽ വീണ തൈക്കിണ്ടിയെയോ CMRL ഒരു ഉദ്യോഗസ്ഥനെയോ ഇന്നത്തെ ദിവസം ഈ വിധി അനുസരിച്ച് അറസ്റ്റ് ചെയ്യുക സാധ്യമല്ല എന്നതാണ്. ക്രിമിനൽ പ്രോസിക്യൂഷൻ സാധ്യമല്ല എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം വീണയ്ക്ക് ആശ്വാസമാണ് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം വീണയെ സംബന്ധിച്ചിടത്തോളം ഇനി അറസ്റ്റിനെ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ പകപോക്കൽ ഇനി വീണേൻ്റെ അടുത്തോ പിണറായി വിജയൻ്റെ അടുത്തോ നടക്കില്ല ഈ വിധിയോട് കൂടിയിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ED ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രേരിതമായി എന്തെങ്കിലും ഇനി ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നോട്ടീസ് അയക്കുക, വിളിച്ചു വരുത്തുക, അവരെ മൊഴി രേഖപ്പെടുത്തുക, അവർക്ക് പറയാനുള്ളത് പറയുക. ഇനി എന്തെങ്കിലും അതിനകത്ത് ട്രാൻസാക്ഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥലവും ഈ പറയുന്ന ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷമുള്ള സ്ഥലം വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. എത്ര 2.72 കോടി രൂപയുടെ സ്ഥലമാണെങ്കിൽ, അതിൽ കൂടുതലുണ്ടെങ്കിൽ പറ്റത്തില്ല കേട്ടോ. ആ 2.72 കോടി രൂപയുടെ സ്ഥലം ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ വീണയ്ക്ക് അപ്പലേറ്റ് അതോറിറ്റി പിന്നെ അഡ്ജുഡിക്കേറ്റ് അതോറിറ്റി പോവാം. അത് കഴിഞ്ഞ് അപ്പലേറ്റ് അതോറിറ്റി പോവാം. അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിൽ വരാം. അത് കഴിഞ്ഞ് സുപ്രീം കോടതി വരാം. ഈ പറയുന്ന സംവിധാനം ഇതോടുകൂടി അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഇനി മാക്സിമം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വീണയെ നോട്ടീസ് അയച്ച് വരുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, CMRLനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം CMRLനോട് ആർക്കും വലിയ വ്യക്തിവൈരാഗ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. എല്ലാവരും CMRL നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, വീണ ചെയ്തതാണ് കുറ്റം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CMRL മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ എന്താണ്? അതവർ കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാണ്. അവരുടെ നിന്ന് രാഷ്ട്രീയക്കാർ പണം മേടിക്കും, അവർ സംഭാവന മേടിക്കും, ഒക്കെ ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങൾക്കും CMRL പ്രശ്നമല്ല. കാരണം CMRLൻ്റെ അടുത്തുനിന്ന് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ട്. മാധ്യമങ്ങൾക്കും CMRL പ്രശ്നമല്ല. രാഷ്ട്രീയ നേതാവ് ഈ പറയുന്ന പരാതി കൊടുത്ത ഷോൺ ജോർജിനും CMRL പ്രശ്നമല്ല. CMRLനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. പ്രശ്നം മുഴുവൻ എവിടെയാണ്? പ്രശ്നം ഗുണം വീണാറ്റി 2.72 കോടി വാങ്ങിയത് മാത്രമാണ് പ്രശ്നം. അതാണല്ലോ EDൻ്റെയും പ്രശ്നം. അതുകൊണ്ടാണല്ലോ ഈ വീണാറ്റിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മുഴുവൻ റെയ്ഡ് നടത്തിയത്. അപ്പം അതിനപ്പുറത്തേക്ക് ആ കേസ് പോകും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഇതോടുകൂടി ഇത് അവസാനിക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. ഇനി ഒരു ക്രിമിനൽ ഒഫൻസ് ED കണ്ടെത്തിയെന്ന് വെക്കുക. അങ്ങനെ ഇനിയിപ്പം ഈ സിവിൽ കേസുമായി മുന്നേ ഇൻക്വയറി ആണല്ലോ നടത്തുന്നത്. ഇൻക്വയറിയായി നടത്തിയിട്ട് ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു പെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടെന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ടെന്ന് കണ്ടെത്തി, അത് ഏതെങ്കിലും പോലീസിനോടോ CBIനോടോ FIR ഇടാൻ പറഞ്ഞാൽ പോലും അതിൽ വീണ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തണം. അല്ലെങ്കിൽ CMRL ഉദ്യോഗസ്ഥർ കുറ്റക്കാരെത്തണം. അതിൽ കുറ്റപത്രം കൊടുത്ത് അതിൽ ശിക്ഷ വിധിച്ചാൽ മാത്രമേ EDക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ എന്താ നടത്തിയത്? അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൻ്റെ അകത്ത് സംഭവിച്ചത്, അരവിന്ദ് കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. CBI കേസിൽ ED അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. CBI കേസിൽ കുറ്റവാളിയല്ല എന്ന് കണ്ടെത്തി. അതോടുകൂടി ED കേസും പോയി. അപ്പം ED കേസ് എടുത്തതുകൊണ്ട് മാത്രമല്ല, പക്ഷേ EDനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ വിചാരണ കാലയളവുണ്ടല്ലോ, വിചാരണ കാലയളവല്ല, ഈ അന്വേഷണ കാലയളവിൽ ജയിലിൽ കിടക്കുക എന്നുള്ളതാണ് EDയുടെ ഏറ്റവും വലിയ ശിക്ഷ, പണിഷ്മെൻറ്റ്. അപ്പം ഈ അന്വേഷണം നടക്കുന്ന കാലത്ത് പിടിച്ച് ജയിലിലേക്ക് അങ്ങിടും. അത് 2 വർഷമോ 1.5 വർഷമോ കഴിഞ്ഞിട്ട് അന്വേഷണം കഴിയുള്ളൂ. അത് കഴിയുമ്പോൾ അന്വേഷണം പൂർത്തീകരിക്കുന്നു പറയും, കുറ്റപത്രം കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇവർ ജയിലിലിറങ്ങും. അങ്ങനെയാണ് ബിനീഷ് കോടിയേരി ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അന്വേഷണ കാലയളവിൽ പിടിച്ച് ജയിലിലിടുക എന്നുള്ളതാണ്. ഈ അന്വേഷണ കാലവിൽ ജയിലിൽ പോകാതിരിക്കുന്നവനാണ് ഭാഗ്യവാൻ. ED കേസിൻ്റെ അകത്ത് അതിനകത്ത് വീണ സേഫായി, അതിനകത്ത് CMRL സേഫായി, ഈ പറയുന്ന CMRലുമായി ഇടപാട് നടത്തിയ എല്ലാവരും സേഫായി. ഈ CMRലുമായിട്ട് ഇടപാട് നടത്തിയ ഇനിയിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും എല്ലാം ആ കാര്യത്തിൽ സേഫായി. കാരണം എന്താണ്? അവിടെ ഒരു കേസില്ല. ഇനി അതങ്ങനെ കേസ് വരാൻ കഴിയില്ല സാറേ. ഇനി അത് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു കേസ് വരാൻ വേണ്ടിയിട്ട്. അത് വലിയ എന്തോ സംവിധാനം കണ്ടെത്തി, അതിനൊരു ക്രിമിനൽ ഒഫൻസ് കണ്ടെത്തി, വേറെ അന്വേഷണ ഏജൻസി കൊണ്ട് FIR ഇടിച്ച് അതിൻ്റെ കക്ഷിയാവാൻ EDക്ക് കഴിയത്തില്ല കേട്ടോ. EDക്ക് പരാതി കൊടുത്തിട്ട് അവരെ കൊണ്ട് FIR ഇടിക്കാൻ കഴിയത്തില്ല. അവിടെ ഒരു FIR ഇടണം, ആ FIR ഇടപെടണം. അതിനിടാൻ വേറെ ഒരു കോടതിയിൽ പോയി ഒരു സംവിധാനം ഉണ്ടാക്കി. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിത് ആദ്യമേ മിഡ് ഡേസിലടക്കം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഈ പോക്ക് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞു. ഇതിനി വലിയ അപ്പുറത്തേക്കൊന്നും പോകാനുള്ള സാഹചര്യം ഇല്ല. ഇതോട് കൂടിയിട്ട് മാക്സിമം പോയാൽ ഇതിൻ്റെ സമൻസ് ഉണ്ടാവും. ഇതിനകത്ത് ഈ പ്രധാനപ്പെട്ട എല്ലാവർക്കും സമൻസ് ഒഴിവാക്കി. ചിലപ്പോൾ അത് കോൺഗ്രസ് നേതാക്കന്മാരേക്ക് എത്തിയേക്കാം കേട്ടോ. കാരണം ഇത് അവസാനിക്കണമല്ലോ. ഇത് കോൺഗ്രസ് നേതാക്കന്മാരിൽ കൂടി സമൻസ് അയച്ച് എത്തിയാലേ ഇത് പൂർണ്ണമായിട്ട് അവസാനിക്കുകയുള്ളൂ.
അല്ലെങ്കിൽ അതൊരു പകുതിക്ക് കിടക്കും. അപ്പോൾ വീണേനെ മാത്രമാണ് അന്വേഷണം നടത്തി വിളിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ കോടതി വിധിയിലുള്ള ഈ 152 കോടി രൂപയുടെ 134 കോടി രൂപയുടെ അന്വേഷണം നടന്നിട്ടില്ല എന്ന് വരും. അതുപോലെ തന്നെ ഈ 2 വർഷം ഉണ്ടല്ലോ 73 ഇല്ലീഗൽ പേയ്മെന്റ്. അപ്പം അതും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ 73 കോടി എന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചാൽ പറ്റല്ലോ. അപ്പോൾ അതിനകത്താണ്. അപ്പോൾ ഇത് വലിയൊരു കാര്യമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത്. ഞാൻ ഈ വാദം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അന്നേരം തന്നെ മനസ്സിലായിരുന്നു VD എടുത്ത നിലപാട് അതിൻ്റെ അകത്ത് ഇൻക്വയറിയാണ് നടക്കുന്നതെന്ന് പറയുന്നത്. അവിടെ തന്നെ അതിൻ്റെ ശൈലി നമുക്ക് മനസ്സിലാക്കാം. ഇൻക്വയറി എന്ന് പറയുന്നത് എന്താ? ഒരു അന്വേഷണ ഏജൻസി പറയുകയാണ് ഞങ്ങളുടെ ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ് ഞങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അന്വേഷണം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് മനസ്സിലാക്കണമായിരുന്നു. അവിടെ നിങ്ങൾ SFIO പറഞ്ഞില്ല കേട്ടോ. അവിടെ SFIOയുടെ ECRന്റെ മേലെയാണ് ED അന്വേഷണം നടത്തുന്നത് പറഞ്ഞില്ല. അവിടെ അത് ഓൾറെഡി ഡൽഹി ഹൈക്കോടതിയിൽ സ്റ്റേ ആണ്. ഡൽഹി സ്റ്റേ ആണ്. ഇവിടെ പ്രൊസീജിയർ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈക്കോടതി സ്റ്റേ ആണ്. അപ്പോൾ സിദ്ധാർത്ഥ ലൂത്ര പറയുന്ന ഒരു കാര്യം, ഇത് പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ല, ഈ പറയുന്ന ഷെഡ്യൂൾ ഒഫൻസുകളൊന്നുമില്ല, അതുകൊണ്ട് അന്വേഷണമായി മുന്നോട്ട് പോകാൻ പാടില്ല, അതുകൊണ്ട് ഇവർ എൻക്വയറിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ED പറയാണ് ഞങ്ങൾ എൻക്വയറി ഒന്നും നടത്തില്ല, ഞങ്ങൾ ഇൻക്വയറിയാണ് നടത്തിയിരിക്കുന്നത്, ഞങ്ങളെ കൂടെ തെളിവ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല, കേസുമില്ല. അപ്പോൾ ഇതങ്ങ് പറഞ്ഞിട്ട് വൃത്തിയായ ഒരു ഓർഡർ എഴുതി ഇങ്ങോട്ട് വാങ്ങി, വൃത്തിയായ ഓർഡർ ചെയ്ത്. അപ്പോൾ ED പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് കോടതി അംഗീകരിച്ചു കേട്ടോ. ED പറഞ്ഞ എല്ലാ കാര്യമായിട്ട് ഇൻക്വയറിയാണ് നടക്കുന്നതെന്നും ECR ഒരു ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ട് രേഖകൾ സമർപ്പിക്കാമെന്നും സിവിൽ കേസുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നും സിവിൽ കേസുമായി ബന്ധപ്പെട്ട എൻക്വയറി ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാമെന്നും അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാമെന്നും. അതിന് അറ്റാച്ച്മെൻ്റ് ഒരു പ്രശ്നമുണ്ട്. അറ്റാച്ചിന് കാണുന്ന പ്രോപ്പർട്ടി മുഴുവൻ കയറി അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഈ പ്രെഡിക്കേറ്റ് ഒഫൻസും ഷെഡ്യൂൾ ഒഫൻസും ഉണ്ടെങ്കിൽ മാത്രമാണ് മുഴുവൻ സ്വത്തും കണ്ടെത്താൻ പറ്റുള്ളൂ. സിവിൽ കേസിൻ്റെ സ്വത്ത് കണ്ടിട്ടുള്ള പ്രശ്നം എന്താ? ഏതാണോ എമൗണ്ട് ആ എമൗണ്ടിൽ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റില്ല. ആ എമൗണ്ടിൻ്റെ സാധനം കണ്ടു കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള പ്രശ്നം ഞാൻ പറഞ്ഞിട്ടെ, CMRL 72 കോടി രൂപേൻ്റെ മാക്സിമം കണ്ടു കിട്ടാൻ പറ്റുള്ളൂ. CMRL എത്രയെങ്ങാനും കോടിയുള്ള കമ്പനിയാണ്, മനസ്സിലായി? അവരെ സംബന്ധിച്ചൊരു 100 രൂപയിലും പ്രശ്നമല്ല. കാരണം ഇത് തീർന്നു കിട്ടിയാൽ മതി. 72 കോടി ഇത് അവസാനിച്ചു. ഈ വീണേൻ്റെ കേസ് 2.72 കോടി കൂടി അവസാനിച്ചു. ഇനി വേറെ ആരെങ്കിലും കണ്ടുകിട്ടുകയാണെങ്കിൽ അവരുടെ ആ കൊടുത്ത പൈസ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം കുഞ്ഞാലിക്കുട്ടി വാങ്ങിയാലും രമേശ് ചെന്നിത്തല വാങ്ങിയാണെങ്കിലും പിടിച്ച അതിന് ശേഷം വാങ്ങിയ എന്തെങ്കിലും അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അസറ്റിൽ ഈ പൈസേൻ്റെ സാധനം മാത്രമായിട്ട് കുഞ്ഞാലിക്കുട്ടി എത്ര എമൗണ്ട് വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അതിനകത്ത് ഇത് പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് ഈ കേസ് വളരെ മൈന്യൂട്ടായി ഇതങ്ങ് അവസാനിക്കുക. പക്ഷേ വേറൊരു കാര്യം, മടിയിൽ കനമില്ലെങ്കിൽ തീരും. അല്ല, മടി കനം എല്ലായിടത്തും അല്ല. ഇതൊരു പ്രധാനപ്പെട്ട ഇന്നത്തെ കോടതി വിധി ഈ CMRലുമായി കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വിധിയാണ്. ഈ വിധിയെ മുന്നോട്ട് വെച്ചിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാമെന്നറിയോ? ഇനി ഈ വിധിയുടെ അടുത്ത് സുപ്രീം കോടതി പോയിട്ട് എന്താ പറയുക? ഇത് സിവിൽ കേസിൽ അന്വേഷണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സിവിൽ കേസിലാണ് ഈ വാദം നടക്കുന്നത്. എന്തിലല്ല? ക്രിമിനൽ കേസിലല്ല വാദം നടക്കുന്നത്. ഈ പ്രെഡിക്കേറ്റ് ഒഫൻസും ഈ ഷെഡ്യൂൾ ഒഫൻസിലൊന്നും വാദമില്ല. ഇനി വാദം നടക്കുന്നത് എന്താ? സിവിൽ കേസിലാണ്. സിവിൽ കേസിലൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ ഇൻകം ടാക്സിൻ്റെ ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൻ്റെ മേലെയാണ് അന്വേഷണം നടക്കുന്നത്. അല്ലേ? ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡ് ഈ പറയുന്ന കേസ് ഓൾറെഡി തീരുമാനിച്ചു, വിധി പറഞ്ഞു കഴിഞ്ഞു. അതിന് മേലെ ഈ CMRൽ കൊണ്ട് ടാക്സ് അടച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അതിന് മേലെ വിധി വന്നു കഴിഞ്ഞു. ഇനി ഈ വിധി മുന്നോട്ട് പോകണോ എന്നുള്ളത് ആരാ തീരുമാനിക്കുക? സുപ്രീം കോടതിയെ തീരുമാനിക്കുക. അപ്പോൾ ഒരു ശിക്ഷയ്ക്ക് 2 വിധിയോ, ഒരു ശിക്ഷയ്ക്ക് 2 വിധിയോ? അപ്പം ഞാൻ പറഞ്ഞ സിവിൽ കേസിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്. പക്ഷേ ഇത് ക്രിമിനൽ കേസോ ഒഫൻസോ ആയിരുന്നെങ്കിൽ ഒഫൻസോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. കാരണം എന്താ? അത് ക്രിമിനൽ കേസിന് മേലെയുള്ള കള്ളപ്പണം PMLA ആക്ട് മേലെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ സുപ്രീം കോടതി നടക്കാൻ പോകുന്ന വാദം എന്താ? ക്രിമിനൽ കേസിനെ കുറിച്ച് മിണ്ടാൻ പറ്റുമോ? ഏതെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടോ? ഒറ്റ കാര്യമുള്ളൂ, 2 കേസേ ഉള്ളൂ. ഒന്നാമത്തെ ഇതിൻ്റെ ആധികാരിക രേഖയായ ഈ പറയുന്ന ഇൻകം ടാക്സിൻ്റെ ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് 1. രണ്ടാമത്തെ കാര്യം എന്താ? ഇതിലെ 78 കോടി രൂപേൻ്റെ അതിനകത്ത് ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് മേടിച്ചില്ലായിരുന്നു ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇൻകം ടാക്സ് മേടിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അഡ്ജുഡിക്കാരോ അത് ആരാ? ഇത് വേറെ ആരും ചെന്ന് പറയല്ല. ഇതേ CMRL സ്വമേധയാ വെളിപ്പെടുത്തുകയാണ്. എന്ത്? ഞങ്ങൾക്ക് ഇത്രയും ആവശ്യങ്ങൾക്ക് ഇത്ര ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തിയത് ശരിയല്ല. അപ്പോൾ ഞങ്ങൾ എന്തിനാണ് ഈ പൈസ ഉപയോഗിച്ചിട്ടുള്ളത്? ഞങ്ങളിത് അമ്പലത്തിന് കൊടുത്തിരിക്കുന്നു, മീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്നു, പ്രൊമോഷന് വേണ്ടി കൊടുത്തിരിക്കുന്നു, ഇങ്ങനെ എല്ലാ പണങ്ങളും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിന് മുന്നിൽ ചെല്ലുന്നു. ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ത് പറയുന്നു? അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല, ഇത് ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇതിൻ്റെ പിഴ അടക്കണം എന്ന് പറയുന്നു. ശരി, ഞങ്ങൾ അടച്ചേക്കാമെന്ന് പറയുന്നു.
അടച്ചു കഴിഞ്ഞു. അതോടുകൂടിയിട്ട് എന്തത്, ഇത് കള്ളപ്പണമല്ല. അപ്പം എന്തായി, ഇത് വെളുത്ത പണമായി. അപ്പം നമ്മൾ പറയുമ്പോൾ ഒരു മിനിറ്റ് ഇത് സിവിൽ കേസിലേക്ക് വന്നോണ്ടാ മാധു, ഇന്ന് ഹൈക്കോടതി നടപടികളേ ഉള്ളൂ. അല്ലല്ല, നടപടിയല്ല, നടപടിയല്ല, ഓർഡർ വന്നു. പ്രത്യേകം സിവിൽ കേസ് അല്ലല്ല, സിവിൽ കേസല്ല, ക്രിമിനൽ കേസൊന്നുമില്ല. നടപടി ഇന്നത്തെ കോടതി വിധി അതാണ്. നടപടി പ്രകാരമായിരിക്കണം. കോടതി വിധി എന്താണ്? ഇന്നത്തെ കോടതി വിധി എന്ന് പറയുന്നത് ഇത് സിവിൽ കേസാണ് എന്ന് അടിച്ചുറപ്പിക്കുന്ന സിവിൽ ആക്ഷൻ ആണ് എന്ന് പറയുന്നത്. അല്ലല്ല, ഞാൻ പറയുന്നത് അത് സിവിൽ ആക്ഷൻ ആണ് എന്ന് അടിച്ചുറപ്പിക്കുന്ന ഒരു ഉത്തരവും കൂടിയാണ്. അപ്പൊ ഇത് വളരെ, ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാം, ഈ രണ്ട് കേസും ഏത് CMRLനും ഈ പറയുന്ന ശശിധരൻ കർത്തയ്ക്കും വീണാ വിജയനും പക്ക നീറ്റായി ഇതിൽ കൂടുതൽ വൃത്തിയായിട്ടൊരു ഓർഡർ ED കേസിൽ കിട്ടാനില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ കോടതിയിൽ നിന്ന് അടിയേറ്റോ എന്നതായിരുന്നു ചോദ്യം. 4 പേരുടെയും ഉത്തരം യെസ് എന്നാണ്. CMRLന് തിരിച്ചടിയാണ്. Meet the editors.